ഉന്നയിച്ചുകൊണ്ട് കണക്കുകൾ കാണിച്ചുകൊണ്ട് ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് ഈ മഹാമലപ്പുറം റാലിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. നിങ്ങൾ നൽകുന്ന ഇവിടുത്തെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നൽകുന്ന താൽക്കാലിക മാർഗങ്ങളല്ല, നിങ്ങൾ വർദ്ധിക്കുന്ന മാർജിനൽ ഇൻക്രീസിംഗ് സീറ്റ് വർധനമല്ല മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി സ്ഥിര ബാച്ചുകളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. ഇവിടുത്തെ 10ാം തരം പാസ്സായിട്ടുള്ള അവസാന വിദ്യാർത്ഥിക്കും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവകാശം ലഭിക്കുന്നതുവരെ ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് തെരുവിൽ നിന്ന് തന്നെ ഇവിടെ പ്രക്ഷോഭങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത് ഇവിടുത്തെ അധികാര സമൂഹത്തിനോടും പോലീസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണിക്കുന്ന ഞങ്ങളുടെ മലപ്പുറം റാലി സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അത് തടയാൻ വേണ്ടി ഇവിടുത്തെ പിണറായി വിജയയുടെ ആഭ്യന്തര വകുപ്പ് പല രീതിയിലുള്ള നോട്ടീസുകളും ഇൻഡസുകളും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന വാറോളുകൾ കൊണ്ടും നിങ്ങൾ ഞങ്ങളെ തടഞ്ഞു നിർത്താമെന്ന് വ്യാമോഹിക്കേണ്ട. ഇത് പറയുന്നത് ആരാ നിങ്ങൾക്ക് അറിയാം? 1921 ഇവിടുത്തെ അധിനിവേശ ശക്തികൾക്കെതിരെയും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും ബ്രാഹ്മണിക്കൽ ജന്മത്വത്തിനെതിരേക്ക് കൃത്യമായിട്ട് പോരാടിയ രക്തസാക്ഷ്യം വഹിച്ച ഞങ്ങളുടെ പിതാമക്കളുടെ അവരുടെ പേരക്കുട്ടികളാണ് ഇത് പറയുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള അവകാശം 10ാം തരം പാസ്സായിട്ടുള്ള അവസാന വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന സൗകര്യത്തോടു കൂടി പഠിക്കാനുള്ള മൗലിക അവകാശം ലഭിക്കുന്നതുവരെ ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് തെരുവിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹാമലപ്പുറം റാലിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ അവകാശങ്ങൾ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ജനനായകൻ, ഞങ്ങളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന ലീഡർ, ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് VTS ഉമർ തങ്ങളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹാമലപ്പുറം റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ജമീല മാഡം. അദ്ദേഹം ഫ്രട്ടർണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അവരുകളെയും ഈ മഹാമലപ്പുറം റാലിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹാമലപ്പുറം റാലിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തുന്ന മലബാറിലെ വിദ്യാഭ്യാസ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ നായകൻ, ഇവിടുത്തെ വിദ്യാർത്ഥി യുവജനങ്ങളുടെ കരുത്തുറ്റ നായകൻ, സംസ്ഥാന പ്രസിഡന്റ് നെയ്യം ഗഫൂർ അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് ഇവിടെ സംസാരിക്കുന്നത് അഭിവാദ്യ പ്രസംഗം നടത്തുന്നത് ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവിടുത്തെ മലബാറിലെ സമര പോരാട്ടങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന ആദരണീയായ ജനറൽ സെക്രട്ടറി ബാസിത്താനൂരാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതൃസംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കരുത്തനായ ഷഫീർ ഷാക്കാലി അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി വിമൻ ജസ്റ്റിസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ FITU മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സൈദാലി വലമ്പൂർ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി AK സൈദലി സാഹിബ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ അഭിവാദ്യ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ച് വിളത്തിയിട്ടുള്ള പ്രിയങ്കരനായ സോൾലാറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാബിക് വട്ടത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ SIOന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അസ്ലം പള്ളിപ്പടി അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മലപ്പുറം റാലിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ മലപ്പുറം ഫ്രട്ടർണിറ്റിയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹാദി ഹസനെയും
അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് സാബിറ ഷിയാബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ, സുഭാഷ് പുളിക്കൽ, ഇവരെല്ലാവരെയും അതുപോലെ തന്നെ ഈ മഹാറാലിക്ക് എത്തിച്ചേർന്നിട്ടുള്ള കരുത്തരായ ഫ്രട്ടേണിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാരെ, അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത ഭാഷണത്തിന് വേണ്ടി പ്രിയങ്കരനായ ഫ്രട്ടേണിറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഫ്രട്ടേണിറ്റി. ആദരണീയയായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജബീന ഇർഷാദ് അവറുകളെ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AK അബ്ദുൽ ബാസിത്ത്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ സാഹിബ് ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റിയുടെയും പാർട്ടിയുടെയും പ്രഗത്ഭരായ നേതാക്കളെ, സർവോപരി ഈ പ്രക്ഷോഭ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ സമരസഖാക്കളെ, നാട്ടിലെ സാധാരണക്കാരൻ്റെ ജനാധിപത്യപരമായ സമരം ചെയ്യാനുള്ള അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ധാരണയില്ല എങ്കിൽ പോലും ഈ നാട്ടിലെ നിയമപാലനത്തിന് കാവൽ നിൽക്കുന്ന പ്രിയങ്കരനായ പോലീസുകാരെ, ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നേരത്തെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ ദിവസം ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് മലബാറിനോടും വിശിഷ്യ മലപ്പുറത്തോടും ഭരണകൂടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണ സംസ്ഥാനത്തിന് രൂപം കൊടുത്തതു മുതൽ തിരുവിതാംകൂറിൽ നിന്നും തിരുകൊച്ചിയിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറവും മലബാറും ഭീകരമായ വിവേചനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പിന്മടക്കമില്ലാത്ത പോരാട്ടം ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഒരു ജനത അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അവഗണനയുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ വിവേചനങ്ങളുടെയും ഫലമായി കൊണ്ടാണ് ഈ ജനത പിന്നോക്കം പോയിട്ടുള്ളത്. 1947 ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ജനവിഭാഗത്തെ ഈ രാജ്യത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ രാജ്യം ഭരിച്ച, സംസ്ഥാനം ഭരിച്ച ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നുവെങ്കിൽ അത് മലബാറിനോടും മലപ്പുറത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളോടായിരുന്നു. കാരണം തിരുവിതാംകൂറിൽ നിന്നും തിരുകൊച്ചിയിൽ നിന്നും വ്യത്യസ്തമായി വെളിയങ്കോട് മുതൽ വൈക്കടവ് വരെ വിശാലമായി നിൽക്കുന്ന ഈ കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ല തുറന്നു കിടക്കുന്ന ഒരു ശ്മശാനം കിടക്കെ, തുറന്നു കിടക്കുന്ന ഒരു ഖബർസ്ഥാൻ കിടക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതിന്റെ കാരണം ഈ നാട്ടിലെ മഹാന്മാരായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ വെളിയങ്കോട് മർക്കാലിയുടെ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ, ഫസൽ ബുക്കോയ തങ്ങളുടെ, വെളിയങ്കോട് മർക്കാലിയുടെ, അതുപോലെ തന്നെ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി ഉൾപ്പെടെയുള്ള സമർധീര സമര പോരാളികളുടെ മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഇവിടെ കാക്കി യൂണിഫോം ഇട്ട് അണിനിറഞ്ഞിരിക്കുന്ന പോലീസുകാരോട് നിങ്ങളുടെ MSPയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. MSP എന്ന് പറയുന്ന മലബാർ സ്പെഷ്യൽ പോലീസിനെ ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രപിതാക്കന്മാരായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ അടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സന്നാഹമാണ് ഈ കാക്കിപ്പട്ടാളം എന്ന് പറയുന്നത്. ആ കൊളോണിയലിസത്തിന്റെ ഭരണകൂടത്തിന്റെ ചരിത്രം അവസാനിച്ചിട്ടും മലപ്പുറത്ത് നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നേരെ ആദാത്തിയും അതുപോലെ തന്നെ കാക്കിയും കാണിച്ച് ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി യുവജനങ്ങളും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സൂചിപ്പിച്ചു, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം
മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ആർജിച്ചു. വലിയ അർത്ഥത്തിൽ 80,000 അതുപോലെ തന്നെ 85,000 വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLCയുടെ റിസൾട്ട് വരുമ്പോ മലപ്പുറം ജില്ലയിലെ റിസൾട്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് 99% വരുന്ന വലിയ അർത്ഥത്തിലുള്ള വിജയം കൈവരിച്ചുകൊണ്ട് മലപ്പുറത്തുകാരൻ അവന്റെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഹയർ സെക്കൻഡറി മേഖലകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോ ഇവിടുത്തെ സർക്കാരുകൾ വളരെ വിദഗ്ധമായി കൊണ്ട് നാട് ഭരിച്ച സർക്കാരുകൾ മലപ്പുറത്തോട് വിവേചനപരമായ ഒരു ഭീകരത കൊണ്ടു നടക്കുകയാണ്. തിരുവിതാംകൂറുകാരന്റെ അതുപോലെ തന്നെ തിരുവച്ചിക്കാരന്റെ പാലക്കാടിനപ്പുറത്തേക്കുള്ള ദക്ഷിണ കേരളത്തിന്റെ ജില്ലകളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ, അവർക്ക് VHSകൾ അനുഭവിക്കാൻ, അവർക്ക് ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കാൻ യാതൊരു അർത്ഥത്തിലുമുള്ള മടിയും കാണിക്കാത്ത മലബാർ ഇവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും മലബാറുകാരന്റെ ന്യായമായ ആവശ്യങ്ങൾ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിക്ക് അവരെ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കണമെങ്കിൽ മലപ്പുറം ജില്ലക്കകത്ത് 1500-ലധികം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട്. 850ഓളം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകൾ മാത്രമാണ് മലപ്പുറം ജില്ലക്കകത്ത് നിലനിൽക്കുന്നത്. 746-ലധികം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പരിമിതിയുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വിവേചനത്തെ കുറിച്ച് വിദ്യാഭ്യാസ പുരോഗതിയുടെ തടസ്സമായി നിൽക്കുന്ന ഈ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ പരിമിതിയെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോ അത് വർഗീയമായ, വംശീയമായ, പ്രാദേശികമായ വാദമാണ് എന്നാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഒരു ബ്രഹ്മണിക്കൽ ഇടതുപക്ഷം എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ബ്രഹ്മണിക്കൽ മാർക്സിസം, അത് ഹിന്ദുത്വ മാർക്സിസം എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തുകാരന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് മലപ്പുറത്തുകാരൻ വിദ്യാഭ്യാസപരമായ, വ്യാവസായികപരമായ, അതുപോലെ തന്നെ അവന്റെ ഗതാഗതപരമായ, ആരോഗ്യപരമായ മേഖലയിൽ ജീവൽപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മലപ്പുറത്തുകാരനെതിരെ വംശീയവും വർഗീയവുമായ ഈ അർത്ഥത്തിലുള്ള ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് അതുപോലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ വരെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ നായർ സമുദായത്തിന്റെ, ഈഴവ സമുദായത്തിന്റെ, അതുപോലെ തന്നെ ഇവിടുത്തെ കോട്ടയം ജില്ലയിലെ ഉന്നതമായിട്ടുള്ള ഇവിടുത്തെ സഭാപിതാക്കന്മാരും ഒക്കെ അവരുടെ ന്യായമായ ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോ, അവർക്ക് വിദ്യാഭ്യാസപരമായ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോ, മലയോര കർഷകരുടെ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോ, ജീവൽപരമായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ സാമുദായികവാദമാണ് എന്ന്, വംശീയവാദമാണ്, കോട്ടയത്തിന്റെയും ഇടുക്കിക്കാരന്റെയും പത്തനംതിട്ടക്കാരന്റെയും പ്രാദേശികവാദമാണ് എന്ന് ഒരു CPIM-ന്റെ നേതാവും ഇവിടെ പറയാറില്ല. നേരെ മറിച്ച് മലപ്പുറം ജില്ലയിൽ അഭിവന്ദനം ആദരണീയമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൊട്ട് ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോ അത് മലപ്പുറത്തുകാരന്റെ വർഗീയതയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടതുപക്ഷ ബ്രാഹ്മണസത്തെ, ഹിന്ദുത്വ മാർക്സിസത്തെ കേരളത്തിന്റെ തെരുവുകളിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്. കൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല, അതിവിടെ പോലീസുകാർ വിചാരിക്കേണ്ടതില്ല. ഈ പോലീസുകാരുടെ പിൻബലത്തിൽ 4 ചുറ്റ് കമ്പിയും വെച്ചുകൊണ്ട് ഈ സിവിൽ സ്റ്റേഷന് ഉള്ളിലിരിക്കുന്ന RDD എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ നിർവഹിച്ചിട്ടുള്ളത് RDD-യുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഈ പോലീസും ഈ 4 ചുറ്റ് കമ്പിയും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ നീതികേട് കാണിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. മലപ്പുറം ജില്ലക്ക് മതിയായ ബാച്ചുകൾ ഈ വർഷവും അനുവദിച്ചിട്ടില്ല എങ്കിൽ RDD ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങൾക്കൊന്ന് കാണാം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യത്തിൽ പറയുവാനുള്ളത്. കൊണ്ട് ഈ പ്രക്ഷോഭ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി, ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയായ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീന ഇർഷാദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ ഉപസംഹരിക്കുന്നു. ജയ് ഫ്രറ്റേണിറ്റി. ബഹുമാന്യനായ അധ്യക്ഷൻ, ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ സഫീർ ഷാ, ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നയീം ഗഫൂർ, മറ്റ് ഫ്രറ്റേണിറ്റിയുടെയും പാർട്ടിയുടെയും നേതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെയും മറ്റും ഫ്രറ്റേണിറ്റിയുടെ കർമ്മഭടന്മാർ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടി കേരളയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു.
ഇന്ന് ഈ തെരുവിൽ കലക്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ സമരം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. മലപ്പുറം ജില്ലക്ക് കാലങ്ങളായിട്ട് നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇന്ന് തെരുവിലിറങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മലപ്പുറത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് രച്ചെത്തിയത്. അത് ആ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്കും പോലീസിനുമൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ അധികാരം നേടിയാൽ താൻ രാജാവാണ് എന്ന് കരുതുന്നവരുടെ തിട്ടൂരം വാങ്ങിക്കൊണ്ട് മാത്രമേ ഇവിടെ സമരങ്ങൾ നടത്താനാവൂ എന്നാണ് ആ അധികാരത്തിന്റെ അച്ചാരം വാങ്ങിക്കഴിയുന്നവർ തീരുമാനിച്ചതെങ്കിൽ അത് ലംഘിക്കുവാൻ തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ ഫ്രറ്റേണിറ്റി പ്രവർത്തകനും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഉറക്കെ പറയുന്നത്. ഇത് ഭരണഘടന നൽകിയ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കുന്നത് നരേന്ദ്രമോദി ആയാലും ശ്രീമാൻ പിണറായി വിജയൻ ആയാലും അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി സമരകാഹളം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു നോട്ടീസ് കണ്ടു. ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഇന്ന് നിശ്ചയിച്ച സമരത്തിന് അനുമതിയില്ലത്രേ. അനുമതി വാങ്ങി സമരം ചെയ്യാൻ ഇതെന്താ SFIയുടെ സമരമാണോ? SFI കഴിഞ്ഞ തവണ മലപ്പുറത്ത് സീറ്റ് പ്രശ്നത്തിൽ സമരം ചെയ്തിരുന്നു. ഇത്തവണ അവർ മിണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോ നേച്ചർ വാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അവരത് നടത്തട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വാർത്തകളിലൊക്കെ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുന്നയിക്കുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നവകേരള നിർമ്മിതിയും ഭാവി കേരളവും. SFIക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇതാ മലപ്പുറത്തിന്റെ തെരുവിൽ ഭാവി കേരളമാണ് ഇവിടെ +2 സീറ്റ് കിട്ടാതെ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സീറ്റ് തേടി അലയുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭാവി കേരളത്തിന്റെ ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള തിട്ടൂരങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് അത് ചർച്ച ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞ വർഷം ജൂണിൽ ഇതേ സമയത്താണ് ഇവിടെ ഒരു പെൺകുട്ടി SSLCക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു. 1ാം അലോട്ട്മെന്റ് കഴിഞ്ഞു, 2ാം അലോട്ട്മെന്റ് കഴിഞ്ഞു, സീറ്റ് കിട്ടിയില്ല. മനോവിഷമം കാരണം ആ പെൺകുട്ടി സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, ആ പെൺകുട്ടി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമല്ല ജീവൻ അവസാനിപ്പിച്ചത്. ഇവിടെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, വാശി കൊണ്ട്, മലബാറിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ സീറ്റ് തരില്ല എന്ന വാശി കൊണ്ട് നല്ല മാർക്ക് നേടി വിജയിച്ചിട്ടും എനിക്ക് +2 സീറ്റ് കിട്ടിയില്ല എന്ന മനോവിഷമം കൊണ്ടാണ് ആ പെൺകുട്ടി അവളുടെ ജീവൻ അവസാനിപ്പിച്ചത്. അത്ര നിസ്സാരമല്ല വിഷയങ്ങൾ. സാധാരണയായിട്ട് എല്ലാവരും കുട്ടികളോട് നന്നായിട്ട് പഠിച്ചോ, നല്ല ഭാവിയുണ്ട്, നന്നായിട്ട് പഠിച്ചാൽ ഉന്നതിയിലെത്താം എന്നൊക്കെ പറയും. പക്ഷെ ഓരോ വർഷവും മലപ്പുറത്തിന്റെ തെരുവിൽ നടക്കുന്ന സമരങ്ങൾ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടറിയാം, SSLC പരീക്ഷ വരുമ്പോ മലപ്പുറത്തെ മാതാപിതാക്കൾക്ക് വലിയ ആദിയാണ്. കുട്ടി വലിയ മാർക്ക് നേടി വിജയിച്ചാലോ പഠിക്കാൻ സീറ്റുണ്ടോ? +1 സീറ്റുണ്ടോ? ഇതാ ഇവിടെ എന്നെ കേട്ടു നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ വിഷയം നിങ്ങളെ കൂടി
ബാധിക്കുന്ന വിഷയമല്ലേ? ഈ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലക്ക് ഭാവി തലമുറക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഒരവസരം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തൊക്കെ കള്ളക്കണക്കുകളാണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിന്റെ സീറ്റ് പ്രശ്നം പഠിക്കുവാൻ അത് അറിയുവാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കുന്നില്ലെന്നാണോ? എന്തിനാ കാർത്തികേയൻ നായർ കമ്മീഷനെ നിയോഗിച്ചത്? തമാശക്ക് നിയോഗിച്ചതാണോ? ഇവിടെ മലപ്പുറവുമായിട്ട് പ്രവർത്തിക്കുന്ന, മലബാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർ, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് ഈ വിഷയം. ജസ്റ്റിസ് പ്രൊഫസർ കാർത്തികേയൻ നായർ കമ്മീഷൻ റിപ്പോർട്ടില് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒരു റിപ്പോർട്ട് സർക്കാർ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ച് ഒരു കമ്മീഷനെ നിയോഗിച്ച് നികുതി പണം ചെലവഴിച്ച് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അത് പൂത്തിവെക്കുകയാ. എന്തിന്? അത് നടപ്പാക്കാൻ സർക്കാരിന് മനസ്സില്ല. ആവശ്യമായിട്ടുള്ള ബാച്ച് അനുവദിക്കാൻ സർക്കാരിന് മനസ്സില്ല. അതുകൊണ്ട് കുറെ വർഷങ്ങളായിട്ട് എന്താണ് മലപ്പുറത്തിന്റെ തെരുവുകളിൽ സമരമുയരുമ്പോ, ഇവിടെ വ്യത്യസ്ത സംഘടനകൾ സമരമുയർത്തുമ്പോ ഒരു മരുന്ന് പോലെ എന്ത് ചെയ്യും? ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചും ഡെസ്കും ഇട്ട് കൊടുക്കും, സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ അത്തരം കണ്ണിൽ പൊടിയിടലുകൾ ഇനി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം അന്ന് ശക്തമായിട്ടുള്ള താക്കീതുമായിട്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഇവിടെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങനെ ബെഞ്ചും ഡെസ്കും കൂട്ടിയാൽ, അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ നോട്ടീസ് കാണിച്ചിട്ട് ഇവിടെ സമരത്തിനൊന്നും അനുമതിയില്ല, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. മലപ്പുറത്ത് അവസാനത്തെ കുട്ടിക്കും സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യും? ഈ സമരം മുന്നോട്ട് പോകും. കാരണം ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണെന്ന് ഞാൻ ഊന്നി പറഞ്ഞു. മന്ത്രി ചിലപ്പോ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് ITI സീറ്റില്ലേ, പോളിടെക്നിക്കിൽ സീറ്റില്ലേ, ഇതൊക്കെ മന്ത്രിയാണോ തീരുമാനിക്കേണ്ടത്? ഇവിടെ SSLC വിജയിച്ച ഒരു വിദ്യാർത്ഥി അവൻ എന്ത് പഠിക്കണം? അവൻ ഏത് വിഭാഗം? സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ അവൻ പോളി പോണോ, ITI പോണോ എന്നൊക്കെ അവനാണ് തീരുമാനിക്കേണ്ടത്. +2 സീറ്റിലുള്ള കുറവ് പറയുമ്പോ നിങ്ങൾ ITI പോയിക്കൂടെ, പോളിടെക്നിക്കിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് മന്ത്രിക്ക് വിവരമില്ലാഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കേട് തിരുത്തി കൊടുക്കുവാൻ ഞങ്ങൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അപ്പോ മലപ്പുറത്തെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഇലക്ഷൻ വരികയല്ലേ, അത് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാകണം. മലപ്പുറത്തെ +2 സീറ്റിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? അല്ലാതെ കള്ളക്കളി വേണ്ട. മലപ്പുറത്ത് പ്രശ്നങ്ങളില്ല. മലപ്പുറത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതെന്താ? ഈ വിദ്യാർത്ഥികൾക്ക്, ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം നടത്തുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 80,000-ത്തിലധികം വരുന്ന അപേക്ഷകരില് പകുതി 40,000 വരുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് മാത്രമേ ഇപ്പോ സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളൂ. പകുതിയിലേറെ പേർ പുറത്താകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ സീറ്റ് വർദ്ധിപ്പിക്കലല്ല, പുതിയ ബാച്ചുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ, EWS ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വന്നു. 10,000-ത്തിലധികം സീറ്റാണ് ജനറൽ മെറിറ്റില് EWS വേണ്ടി നീക്കിവെച്ചതിൽ 10,000 സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ മലബാറിലെ കുട്ടികൾ സീറ്റ് കിട്ടാതെ പ്രയാസപ്പെട്ട് കഴിയുമ്പോഴാണ് EWS വേണ്ടി നീക്കിവെച്ച സീറ്റുകൾ ബാക്കി കിടക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ കുട്ടികളോട് തികഞ്ഞ അവഗണനയാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവഗണന എന്ന വാക്ക് അവർക്ക് പുതിയതല്ല. എല്ലാ രംഗത്തും അവഗണനയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ചികിത്സ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് വികസന കാര്യങ്ങളുടെ എല്ലാം എടുത്തു നോക്കിയാൽ വളരെയധികം പുറകിലാണ് നമുക്ക് കാണാൻ സാധിക്കും.
40 ലക്ഷത്തിലേറെ ജനങ്ങൾ വസിക്കുന്ന ഒരു ജില്ലയോട് തികഞ്ഞ അവഗണനയാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വിവാദം ശ്രദ്ധിച്ചിരിക്കും. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ വലിയ വിവാദങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനാ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത്? ജനസംഖ്യ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ, സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല വിഭജിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മെഡിക്കൽ കോളേജുകളായാലും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ ജില്ല വിഭജിക്കണം. പക്ഷെ അപ്പോ ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്കറിയാം, അത് ഉന്നയിക്കുന്ന തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ അതിന്റെ കുറച്ച് മുമ്പേ നിങ്ങളൊരു വാർത്തയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണം, തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊരു ജില്ല രൂപീകരിക്കണം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്ന് ആരും എന്ത് ചെയ്തിട്ടില്ല, അത് ഉന്നയിക്കുന്ന തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ അതൊരു അനാവശ്യമായിട്ടുള്ള വാദമാണെന്നോ ഉന്നയിച്ചിട്ടില്ല. ജനസാന്ദ്രതയൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ മലപ്പുറവും തിരുവനന്തപുരം ജില്ലയൊക്കെ എവിടെയാണ് നിൽക്കുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തി അവിടെ വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിച്ചാൽ അത് കൂടുതൽ മെച്ചമാണ്, ജനങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ മെച്ചമാണ് എന്ന് പറയുമ്പോൾ അത് അനുവദിക്കേണ്ടത് തന്നെയാണെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് യാതൊരു അപാകതയും ആരും കാണുന്നില്ല. എന്നാലോ മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സമൂഹത്തിന് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഉടനെ അതിൽ തീവ്രവാദം കലർത്തി വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ വാദം ഉന്നയിച്ച സമയത്ത്, അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉന്നയിച്ച സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് മലപ്പുറത്തിന്റെ വികാരം ഉയർത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ സമീപിക്കരുത് എന്നാണ്. പിന്നീട് അതാരാ ഏറ്റെടുത്തത് നമുക്കറിയാം. അത് ഏറ്റെടുത്തത് BJPയുടെ നേതാവ് പി സുരേന്ദ്രനാണ് ഏറ്റെടുത്തത്. അപ്പൊ ആരാണ് ഇവിടെ ഹിന്ദുത്വവാദികൾക്ക് അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്ക് ഈ രൂപത്തിലുള്ള വിശേഷിപ്പിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. വലിയ തെറ്റാണ് ഇടതുപക്ഷം ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുകയും അല്ലെങ്കിൽ അതിനെ വംശവെറിയുടെ ഒരു പ്രത്യേക കോണിലൂടെ അതിനെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിനെ ഒരു അരിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ അനുവദിച്ചു തരാൻ തയ്യാറല്ല, ഞങ്ങൾ തെരുവിൽ തന്നെയുണ്ട് എന്ന വലിയ മുദ്രാവാക്യവും പോരാട്ട കാഹളവും ഉയർത്തിക്കൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിനെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് തെരുവിലുള്ളത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത് ഇന്നിപ്പോ വിദ്യാർത്ഥികളാണ് ഇവിടെ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല, മലപ്പുറം ജില്ലയിലെ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഇനി ഒരു ഘട്ടം വരുമ്പോ ഈ വിദ്യാർത്ഥികൾ മാത്രം തെരുവിലിറങ്ങുന്നതിന് പകരമായിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് നിങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ഈ ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഈ മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള നഹീം ഗഫൂറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ മാർച്ചിൻ്റെ, ഈ റാലിയുടെ അധ്യക്ഷൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS തങ്ങൾ, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ, ഫ്രട്ടേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിത്ത്,
മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അമീൻ യാസർ, ഹാദി, ജില്ലാ നേതാക്കന്മാരായിട്ടുള്ള ഹംന ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരു സംശയവും വേണ്ട, നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ ആവശ്യത്തെ, നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ സമരം ഉന്നയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആവശ്യം നീതിയെ സംബന്ധിച്ച ആവശ്യങ്ങളാണ്. ആ ആവശ്യമെന്ന് പറയുന്നത് ഐക്യ കേരളത്തിലെ ഏത് നാട്ടിലെയും ഏത് പ്രദേശത്തെയും വിദ്യാർത്ഥികൾ ലഭിക്കുന്നത് പോലെയുള്ള പഠനാവസരങ്ങളും പഠനാവകാശങ്ങളും മലബാറിലെയും മലപ്പുറത്തെയും വിദ്യാർത്ഥികൾക്ക് കൂടി ലഭിക്കണമെന്ന നീതിയുടെ ന്യായത്തിൻ്റെ ആവശ്യമാണ് ഈ സമരം ഈ നാടിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാടിനോട് സൂചിപ്പിക്കുന്നു, ഈ നാടിൻ്റെ ഭരണകൂടങ്ങളോട് സൂചിപ്പിക്കുന്നു, ഈ നാടിൻ്റെ ഭരണകൂടങ്ങളെ സംരക്ഷിക്കുകയും അതിൻ്റെ കാവൽ പട്ടികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ മുഴുവൻ അധികാരവൃത്തത്തെയും സൂചിപ്പിച്ചുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു, ആ ആവശ്യത്തെ ഈ നാട്ടിൽ ഞങ്ങൾ നേടുമെന്ന് ഈ നാടിനോട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഈ സമരം ഞങ്ങൾ ഒരുപാട് ധീരന്മാരായ പോരാളികളുടെ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത സമരമാണ്. മലബാറിലെ വിദ്യാഭ്യാസ അവകാശ സമരം വെറുമൊരു സീസണുകൾ തോറും ഞങ്ങൾ രൂപപ്പെടുത്തുകയും ഞങ്ങൾ നടത്തുകയും ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സമരത്തിന്റെ പേരല്ല. ഈ സമരം ഒരു രക്തസാക്ഷി സൃഷ്ടിച്ച സമരമാണ്. നിങ്ങൾക്കറിയില്ലേ, പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഉദ്ഘാടനത്തിൽ പറഞ്ഞല്ലോ, പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞ വർഷം അലോട്ട്മെന്റുകളെല്ലാം അവസാനിപ്പിച്ച് എല്ലാം നോക്കി ആവശ്യമായി ആഗ്രഹിച്ച ആ ഒരു സ്കൂൾ
സ്കൂളുകളിൽ പോലും പഠിക്കാനുള്ള അവസരങ്ങളില്ലാത്ത അലോട്ട്മെന്റ് സ്ലിപ്പുകൾ സ്വീകരിച്ചതിന് ശേഷം സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് ഭരണകൂടങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചത് കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിച്ച് ഈ രാജ്യത്ത് നിന്ന്, ഈ കാലത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് കടന്നുപോയൊരു പെൺകുട്ടിയുടെ പേരാണ് ഹാദിയ റുഷ്ദ. ഞാൻ സൂചിപ്പിക്കുന്നു, ഈ രാജ്യത്ത് നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട് മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ധീരതയായ രക്തസാക്ഷിയുടെ പേരാണ് ഹാദിയ റുഷ്ദ എന്ന പേര്. ആ രക്തസാക്ഷിയുടെ പേരിനെ ഈ നാടിനോട് അഭിമാനപൂർവ്വം സൂചിപ്പിച്ച് ഞങ്ങൾ ഈ നാടിന് ഉറപ്പ് നൽകുന്നു, ആ രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ല. ഈ നാടിന്റെ നീതിയുടെ ആവശ്യം ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. രക്തസാക്ഷികൾ മാത്രമല്ല, ഞങ്ങളുടെ നേതാക്കന്മാരുടെ രക്തം ഈ മണ്ണിലൂടെ ഒഴുകിയിട്ടുണ്ട്. ഞങ്ങളുടെ ധീരരായ പോരാളികൾ ഈ നാട്ടിലെ മലബാറിലെ മുഴുവൻ ജില്ലകളിലെയും ജയിലറകളിൽ അന്തിയുറങ്ങിയിട്ടുണ്ട്. പാലക്കാട്ട് ഉറങ്ങിയവരുണ്ട്, കോഴിക്കോട്ട് അന്തിയുറങ്ങിയവരുണ്ട്, മലപ്പുറത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവർ ഈ നാട്ടിലെ ഭരണകൂടത്താൽ വേട്ടയാടപ്പെട്ട് ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ തെരുവീതികളിൽ, മലപ്പുറത്തെ തെരുവീതികളിൽ, പാലക്കാടിന്റെ തെരുവീതികളിലൂടെ ഈ നാടിന്റെ പ്രവർത്തകർ, ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ രക്തം ചാലിട്ടൊഴുകിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾ, ആ ത്യാഗങ്ങൾ, ആ ജയിലറകൾ, ആ രക്തങ്ങൾ സാക്ഷി നിർത്തി ഈ നാടിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥിക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നവരെ ഈ നാടിന്റെ തെരുവുകളിൽ ഈ പതാക പാറിപ്പറക്കുക തന്നെ ചെയ്യുമെന്ന് ഈ നാടിന് ഞങ്ങൾ ഉറപ്പ് നൽകിയ ഭരണകൂടത്തിന്റെ ഇൻഡാസികൾ, ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾ, ഭരണകൂടത്തിന്റെ ഇച്ഛകൾ അതെല്ലാം ആണവക്കടലിലൊടുക്കും. ഞങ്ങൾ അതിനെ വകവെക്കില്ല. ഈ സമരമുഖത്ത്, ഈ തെരുവുകളിൽ ധീരമായി ഞങ്ങൾ നിലുറപ്പിക്കുക തന്നെ ചെയ്യും. എന്താ ഭരണകൂടം കരുതുന്നത്? എന്താണ് പോലീസ് കരുതുന്നത്? നിങ്ങൾ അനുമതി നിഷേധിച്ചാൽ സമരം അങ്ങില്ലാതാകുമെന്നോ? അനുമതി വാങ്ങിയൊക്കെ സമരം ചെയ്യുന്ന കാലം, അങ്ങനെയുള്ള കൂട്ടർ, അവരെ മാത്രം കണ്ടവർ, അതൊന്നും ഈ പതാകയോടും ഈ പ്രസ്ഥാനത്തോടും വേണ്ട എന്ന് മലപ്പുറത്തെ പോലീസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തലേ ദിവസം ഒരു നോട്ടീസ് കൊടുക്കുക, അതെല്ലായിടത്തും പ്രചരിപ്പിക്കുക, സമരം നടത്താൻ വരുന്നവർ പിരിഞ്ഞു പോകണമെന്നൊക്കെ പറയാം. അതൊന്നും ഈ നാട് അംഗീകരിക്കില്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഇത് സത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഇതൊരു നാടിന്റെ വികസനത്തിനും ഒരു നാടിന്റെ സാമാന്യ നീതിക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് ആരും കരുതണ്ട എന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. മലപ്പുറത്തെ, പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറം ജില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ തോത് ഹയർ സെക്കൻഡറി സീറ്റിൽ മാത്രമാണോ? ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടികളുടെ കണക്കെടുക്ക് നിങ്ങൾ. തീവണ്ടികളുടെ കണക്കെടുക്കുമ്പോ 14-ലധികം വരുന്ന തീവണ്ടികൾ മലപ്പുറം ജില്ലയിൽ നിർത്താതെ കൂകിപ്പാഞ്ഞു പോകും. തിരൂരിലൂടെയും കുറ്റിപ്പുറത്തു കൂടിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തീവണ്ടി എന്തേ തിരൂര് നിർത്താൻ മടി? എന്തേ കുറ്റിപ്പുറത്ത് നിർത്താൻ മടി? ഏറ്റവും അവസാനം കേരയിൽ വന്നു. കേരയിൽ ആകെ തുടങ്ങുന്നത് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു ട്രെയിന്, ഒരു സംസ്ഥാനത്തുകൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ട്രെയിന്. ആ ട്രെയിനിനും ആ സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നില്ല. ആ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന, ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന ഒരു ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത്. എന്താ സ്റ്റോപ്പ് അനുവദിച്ചാൽ? ഏറി വന്നാൽ 2 മിനിറ്റ് വേണം. തിരൂരൊരു വണ്ടി നിർത്തുകയാണെങ്കിൽ 2 മിനിറ്റ് വേണം, 3 മിനിറ്റ് വേണം. പക്ഷേ അതിനെ അനുവദിക്കാൻ ഒരു 2 മിനിറ്റ് തിരൂരിൽ ട്രെയിനിനെ നിർത്താൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ സന്നദ്ധമാകുന്നില്ല. അങ്ങനെ ഒരു ഷെഡ്യൂളിനെ കേന്ദ്രീകരിക്കാൻ ഭരണകൂടങ്ങൾ സന്നദ്ധമാകുന്നില്ല. അപ്പോ ട്രെയിനിന്റെ കാര്യം എടുക്കുമ്പോൾ മലബാറിലേക്കുള്ള കൊടിയ വിവേചനത്തിന്റെ കണക്ക് നമ്മൾക്കറിയാൻ സാധിക്കും. ഇവിടെ നിന്ന് രാത്രി മലബാറും മാവേലിയും പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? നേരെ ബസ് കയറി തൃശ്ശൂരിൽ ഇറങ്ങും. തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിക്ക് ട്രെയിൻ ഉണ്ട്, 12:40 1 മണിക്കുണ്ട്, 2:15 3 മണിക്കുണ്ട്, 3:15 4 മണിക്കും 5 മണിക്കും ഒക്കെ ട്രെയിനാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് ഒരറ്റത്തേക്ക് പോകേണ്ടുന്നവർ കാസർഗോഡ് മുതൽ ഇവിടെ മലപ്പുറം ജില്ല വരെ നിൽക്കുന്നവർ തൃശ്ശൂർ വരെ ബസ് കയറി വന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം. മലബാറും മാവേലിയും കഴിഞ്ഞ തെക്കോട്ടേക്ക് ട്രെയിനില്ല.
ഇത് ട്രെയിനിന്റെ കാര്യത്തിൽ മാത്രമാണോ? വ്യവസായങ്ങളുടെ കാര്യമെടുക്ക് നിങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസായശാല ഉണ്ടോ? ഒരു തീപ്പെട്ടിയെങ്കിലും ഈ മലപ്പുറത്ത് സർക്കാർ നിയന്ത്രണത്തിൽ നിർമ്മിക്കുന്ന ഒരു വ്യവസായശാലകൾ ഈ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെയുള്ള ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഈ ജില്ലക്കാകെയുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയേക്കാൾ കൂടുതൽ ചികിത്സക്ക് വേണ്ടി സമരം നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു താലൂക്ക് ആശുപത്രിയെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജാക്കി മാറ്റി. ഒരു ജില്ലയിലുള്ള ട്രെയിനിന്റെ ഗതാഗതത്തെ, ഒരു ജില്ലയിലുള്ള വ്യവസായത്തിന്റെ എണ്ണത്തെ, ഒരു ജില്ലയിലുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന്റെ കേന്ദ്രത്തെ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ല സവിശേഷമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ കണക്ക് ഈ നാടിന് മനസ്സിലാകും. ഏറ്റവും അവസാനം നിങ്ങൾ ഹയർ സെക്കൻഡറി സീറ്റ് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു ജില്ലയായ മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് മേഖലയിലോ ഗവൺമെന്റ് മേഖലയിലോ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലാത്ത ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഇങ്ങനെ സർവത്രമായ വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല ഹയർ സെക്കൻഡറി സീറ്റിന്റെ കാര്യമെടുക്കുമ്പോൾ ആ വിവേചനത്തിന്റെ തോത് കൊടിയ ഭീകരമായ വിവേചനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഏറ്റവും അവസാനത്തെ കണക്ക് എങ്ങനെയാ? 52,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് വേണ്ടി സീറ്റിന് അപ്ലൈ ചെയ്തു. ഈ ജില്ലയിൽ ആകെയുള്ള സീറ്റ് എത്രയാ? 87,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്ലസ് 1 സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഈ ജില്ലയിൽ ആകെയുള്ള കണക്ക്, ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 52,000 ചില്ലാനം. 25,000-ലധികം വരുന്ന, 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥിക്ക് ഈ ജില്ലയിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഈ ജില്ലയിൽ സിംഗിൾ വിൻഡോ ഏകജാലകത്തിൽ പ്രവേശനത്തിന് അപ്ലൈ ചെയ്ത് ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും പാസ്വേഡ് അടിച്ചു നോക്കി തുറന്നു നോക്കുന്ന 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, 25,000-ലധികം വരുന്ന വിദ്യാർത്ഥിക്ക് ഈ ജില്ലയിൽ പഠിക്കാനുള്ള അവസരങ്ങളില്ല. ഇത് സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. കോട്ടയം ജില്ലയിലേക്ക് പോയി നോക്ക് നിങ്ങൾ. അവിടെ ആകെ ജയിച്ച വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ പ്ലസ് 1 സീറ്റ്. പത്തനംതിട്ട ജില്ലയിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിജയിച്ച വിദ്യാർത്ഥികളെക്കാൾ 2,000-ലധികം വരുന്ന സീറ്റ് പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിൽ ബാക്കി. എത്ര കൊടിയ വിവേചനം ഈ നാട്, എത്ര കൊടിയ ഭീകരമായ ഒരു വിവേചനം ഈ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചകളാണ്, എന്ന അറിവുകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറത്തെയും മലബാറിലെയും ഒരു ഹയർ സെക്കൻഡറി സീറ്റിൽ ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികളുണ്ട്. 65 വിദ്യാർത്ഥികൾ. നിങ്ങൾക്കറിയോ 25 വിദ്യാർത്ഥികളില്ലാത്ത 41-ലധികം വരുന്ന ബാച്ച് ഈ സംസ്ഥാനത്തുണ്ട്. ഒരു ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികളില്ല, 12, 13, 14, 8, 7 ഒക്കെ അങ്ങനത്തെ 41-ലധികം വരുന്ന 41-ലധികം വരുന്ന സ്കൂളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ഏതൊക്കെ ജില്ലകളിലാ? എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിലെ ക്ലാസ് മുറികളിൽ 65 പേരിരിക്കുകയും ഒരു ജില്ലയിലെ ക്ലാസ് മുറികളിൽ 8 പേരും 9 പേരും 12 പേരും ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായി? ഈ വിവേചനത്തെ ഈ തെരുവിൽ ചോദ്യം ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ ഈ സമരമുഖം നമ്മൾ തുറന്നത്. ഈ സമരമുഖത്തെ വിജയിപ്പിച്ചെടുക്കാനും നമ്മൾ തീരുമാനിച്ചത് ഈ വിവേചനത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഓരോ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോഴും ഭീകരമായ ഒരു വിവേചനം ഈ ജില്ല അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജില്ലയിൽ ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, നിലമ്പൂര്. മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയാണത്. കാരണം എന്താ? മന്ത്രിമാരിങ്ങനെ നിരന്നോടുക. ഇന്നിപ്പോ മുഖ്യമന്ത്രി ഉണ്ട് എന്നാണ് അറിയുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉണ്ടായിക്കോട്ടെ. എന്താ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ്. മലപ്പുറം ജില്ലയുടെ തന്തയെ അന്വേഷിക്കുന്ന പണിയാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണെങ്കിലും ഐക്യമുന്നണിയാണെങ്കിലും നിലമ്പൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ഞങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി സമരങ്ങൾ നടത്തി, മലപ്പുറം ജില്ലക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള മലപ്പുറം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ചു. UDF അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ നാട്ടിലെ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും നിലമ്പൂരിൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാടിനോട് ചോദിക്കുന്നു, മലപ്പുറം ജില്ലയുടെ
രൂപീകരണവും മലപ്പുറം ജില്ലക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വിരുദ്ധതക്കെതിരെയും നിലപാട് സ്വീകരിക്കുന്ന മുന്നണികൾക്കെന്തേ നിലമ്പൂരിലെ 4 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാത്ത പ്രശ്നം നിലമ്പൂരിൽ പറയാൻ ധൈര്യമില്ലാതായത് എന്ന് ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ ഈ നാടിനോട് വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരാണ് മലപ്പുറം ഉണ്ടാക്കിയത് എന്നുള്ള കഥയൊന്നും ഈ നാടിനോട് വിശദീകരിക്കേണ്ട. അതിൻ്റെ ചരിത്രവും അതിൻ്റെ പാരമ്പര്യവും അതെങ്ങനെ സാധ്യമായി എന്നതിൻ്റെ കഥയും ഈ നാടിന് നന്നായി അറിയാം. പക്ഷേ നിങ്ങൾ പറയേണ്ടുന്നത് ഈ ജില്ലയിൽ ഇപ്പോൾ 4 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. എന്തേ മലപ്പുറം ജില്ലക്ക് വേണ്ടി സമരം നടത്തിയെന്ന് അവകാശപ്പെടുന്നവർ, മലപ്പുറം ജില്ലക്കെതിരെ രൂപപ്പെട്ടു വരുന്ന വംശീയതക്കെതിരെ സമരം നടത്തിയെന്ന് പറയുന്നവർ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ സമരമുഖം തുറക്കുകയും ഈ വിഷയത്തിൽ ഈ തെരുവുകളില്ലാതിരിക്കുകയും ചെയ്യുന്ന കാപട്യം ഈ നാടിനോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാപട്യത്തെ ഈ നാടിൻ്റെ തെരുവുകളിൽ വലിച്ചു കയറുക തന്നെ ചെയ്യും ഞങ്ങൾ എന്ന് ഈ നാടിനോട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. മറ്റൊന്ന്, നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, നിങ്ങൾ അറിയേണ്ടുന്നത് സംസ്ഥാനത്ത് 11,832 സീറ്റ് സവർണ സംവരണത്തിൽ അപ്ലൈ ചെയ്യാത്ത ഹയർ സെക്കൻഡറി സീറ്റ് ഉണ്ട്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് EWS നടപ്പിലാക്കി, സവർണ സംവരണം നടപ്പിലാക്കി. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണകൂടം അത് നരേന്ദ്രമോദി സർക്കാർ ആലോചിക്കുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ അതിനേക്കാൾ മുന്നേ തന്നെ നടപ്പിലാക്കി. എന്താ പറയുന്നത്? കേരളത്തിലെ സവർണ സമൂഹങ്ങളിൽ, ബ്രാഹ്മണ സമൂഹങ്ങളിൽ, നായർ സമൂഹങ്ങളിൽ പട്ടിണി കിടന്നുകൊണ്ടാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തം വിദ്യാർത്ഥികളിലെ, മൊത്തം ഉദ്യോഗങ്ങളിലെ, മൊത്തം തൊഴിലുകളിലെ 10% സവർണരിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. എന്ത് നാണം കെട്ട ഏർപ്പാടാണോ അത്? ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്നത് ബ്രാഹ്മണർ മാത്രമാണോ? ഈ നാട്ടിൽ പട്ടിണി എടുക്കുന്ന നായന്മാർ മാത്രമാണോ? ഈ നാട്ടിൽ പട്ടിണി എടുക്കുന്ന സവർണ സമൂഹം മാത്രമാണോ? എന്തേ സവർണ സമൂഹങ്ങൾക്ക് മാത്രം ഒരു 10% നീക്കിവെപ്പ്? ഞങ്ങൾ അന്നേ ഈ നാടിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സവർണ സംവരണത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ഈ തെരുവിൽ ചോദ്യം ചെയ്താ നിങ്ങളെ നടപ്പിലാക്കി. ആയിക്കോട്ടെ, എന്താ സംഭവിച്ചത്? ഏറ്റവും അവസാനം 12,000 സീറ്റ്, 14,000 സീറ്റ് സവർണ സംവരണത്തിന് വേണ്ടി ഹയർ സെക്കൻഡറി സീറ്റ് മാറ്റിവെച്ചു. എന്താ സംഭവിച്ചതെന്നറിയോ? 11 ഇന്ന് 2ാം ഘട്ട അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം 11,832 സീറ്റ് അപ്ലൈ ചെയ്യാൻ ആളില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ 10% കണക്ക് കിട്ടിയത്? 10% ഒരു തെളിവും ഒരു കണക്കും ഒരു പിൻഫലവും ഇല്ലാതെ നീക്കി വെച്ചിട്ട് ആ സീറ്റിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ ആർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, അത് ബാക്കി നിൽക്കും. എന്നിട്ട് ശിവൻകുട്ടി അവസാനം വന്നിട്ടൊരു പ്രഖ്യാപന, ഇവിടെ സംസ്ഥാനത്ത് സീറ്റുകൾ ബാക്കി തന്നെയാ. എങ്ങനെ ബാക്കിയായത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ 10% സവർണ സമൂഹങ്ങൾക്ക് വേണ്ടി മാത്രം ബാക്കി വെച്ചത്? ഇന്ന് ഇത്രയധികം മലപ്പുറത്ത് 4 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും 11,832 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ മാറ്റാൻ പറ്റാതെ, റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ സീറ്റുകൾ ബാക്കിയുണ്ട്. ഈ സാഹചര്യം വളരെ ഗുരുതരമാണ്. ഇത് നീതിക്കെതിരെ, നീതിയുടെ, സാമൂഹ്യ നീതിയുടെ, സാമാന്യ നീതിയുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തെ ഒരു സംശയവും വേണ്ട ഈ തെരുവിൽ ചോദ്യം ചെയ്യുകയും ഈ തെരുവിൽ അതിനെതിരെ സംഘടിക്കുകയും ഈ നാടിന് അവകാശപ്പെട്ട നീതിയെ സാധിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതുവരെയുള്ള ഈ പോരാട്ട മുഖത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരമുഖത്ത് അണിചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അടുത്തതായി സംസ്ഥാന സെക്രട്ടറി ബാസിർ താനൂർ സംസാരിക്കുന്നു. ബഹുമാനിയായ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ, അതുപോലെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ വളരെ ഊഷ്മളമായ സാഹോദര്യ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നേരത്തെ ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചു. മലപ്പുറത്ത് +1 യോഗ്യത നേടിയിട്ടുള്ള
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 3-ൽ 1 കുട്ടിക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറയുകയാണ്. 3-ൽ 1 കുട്ടിക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ല എന്നതാണ് നമ്മുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 82,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ 30,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ സൗകര്യമില്ല. അഥവാ മലപ്പുറത്ത് വിജയിച്ച +1 യോഗ്യത നേടിയ 3-ൽ 1 കുട്ടിക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ല എന്ന് പറയുന്ന കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു ക്രൂരമായ വിവേചനമാണ് മലപ്പുറത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ 3-ൽ 1 കുട്ടിക്ക് വളരെ ഭീകരമായ വിവേചനത്തോടുകൂടി സീറ്റ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് ബാച്ചുകളാണ് അനുവദിക്കേണ്ടത്. കാർത്തികേയൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ബാച്ചുകൾ തന്നെയാണ് പരിഹാരം. 65ഉം 70ഉം കുട്ടികളെ ക്ലാസ്സിലിരുത്തിക്കൊണ്ട് തിങ്ങി നിരങ്ങി ഇരുന്ന് പഠിക്കാൻ ഇനി മലപ്പുറത്തെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. വളരെ ക്വാളിറ്റിയുള്ള ഇവിടുത്തെ ലബ്ബ കമ്മീഷനും അതുപോലെ തന്നെ കാർത്തികേയൻ നായർ കമ്മീഷനും എല്ലാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സർക്കാർ പണം ചെലവഴിച്ച് നടത്തിയിട്ടുള്ള കമ്മീഷനുകളാണ് കേരളത്തോട് പറഞ്ഞത് 40:1 അല്ലെങ്കിൽ 50:1 എന്ന രീതിയിൽ മലപ്പുറത്തെ ഇവിടുത്തെ കേരളത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകണം. എന്നാൽ മലപ്പുറത്തെത്തുമ്പോൾ അത് 65ഉം 70ഉം കുട്ടികൾ ക്ലാസ് റൂമിൽ തിങ്ങി നിരങ്ങിയിരുന്ന് അധ്യാപകർ മൈക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന അവസ്ഥയാണ് മലപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അടിസ്ഥാനത്തിൽ ഇവിടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മലപ്പുറത്തിന് സീറ്റില്ലെങ്കിൽ മലപ്പുറത്തിന് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ബാച്ചുകൾ അനുവദിക്കുന്നില്ല എങ്കിൽ ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മലപ്പുറത്തിന്റെ അതിർത്തി കടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മലപ്പുറത്ത് ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ വരുന്ന മന്ത്രിമാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും തടയാൻ തന്നെ തീരുമാനമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി പോലീസ് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അങ്ങനെ തീർപ്പാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു സംഘത്തിന്റെ പേരല്ല ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ നീതിക്ക് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഒറ്റുകൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരിക്കാം. വിദ്യാർത്ഥി പക്ഷത്തെ ഒറ്റുകൊടുക്കാത്ത അവരുടെ ആവശ്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് വിജയിപ്പിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രട്ടേണിറ്റി. അടുത്തതായി ആദരണീയനായ പാർട്ടി പ്രസിഡന്റ് കെ വി സഫീർ സാഹിബ് സംസാരിക്കുന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ, ജില്ലാ പ്രസിഡന്റ് ഉമർ തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാന്യരായ നാട്ടുകാരെ, നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, എല്ലാവർക്കും പാർട്ടിയുടെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഉയർത്തുന്ന ഒരു സമരത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. കേരളത്തിൽ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും അവകാശ സമരത്തിൻ്റെയും സാമൂഹ്യനീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇത്തരം പോരാട്ടങ്ങൾ ചരിത്രപരമായി ഏറ്റെടുത്ത ഒരു സംഘമാണ് നമ്മുടേത്. അതുകൊണ്ട് അത് നമ്മുടെ പൂർവികരോടും വരും തലമുറയോടും ബാധ്യതപ്പെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് അഭിമുഖമായി ഈ കലക്ട്രേറ്റ് പടിക്കൽ തന്നെ 2 സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദിവാസി ഭൂസമരമാണ്. വളരെ ന്യായമായ ഇതുപോലത്തെ ഒരു അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി അവർ കർഷക വൃത്തിക്കടക്കം ഉപയോഗപ്പെടുന്നതിൽ നൽകണമെന്ന
വളരെ അടിസ്ഥാനപരമായ ഒരു അവകാശത്തെ, ഒരു മൗലികാവകാശത്തെ, ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ സ്വഭാവമാണ് ആ സമരം നമ്മൾ വിളിച്ചു പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ അടക്കമുള്ള ആളുകളുടെ മുമ്പിൽ ചർച്ച നടത്തിയിട്ട് ഈ സമരം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർക്ക് 50 സെന്റ് ഭൂമി, 1 ഏക്കർ ഭൂമി എന്ന ഡിമാൻഡിൽ നിന്ന് നിരവധി വർഷങ്ങളെടുത്ത് സമരം ചെയ്തതിന് ശേഷം ആ ധാരണയുണ്ടാക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ, ഭരണകൂട സംവിധാനങ്ങളെ, ഇവിടുത്തെ പൊതുജനങ്ങൾ വിളിക്കുന്ന, അവരെ ബഹുമാനിക്കുന്നതിൻ്റെ, അവരെ അംഗീകരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആ കരാറിൽ ഇവിടുത്തെ സമരപ്രവർത്തകർ ഒപ്പിട്ട് നൽകിയത്. പക്ഷേ ആ സമരപ്രവർത്തകരെ ഇപ്പോൾ 1 വർഷത്തിൽ അതിനേറെ പിന്നിട്ടിട്ടും ആ അവകാശങ്ങളെ കലക്ടർ ഒപ്പിട്ട് കൊടുത്ത 50 സെന്റ് ഭൂമി എന്ന് പറയുന്ന അവകാശത്തെ പോലും പരിഹസിക്കുന്ന രീതിയിൽ അതിനെ നൽകിയിട്ടെന്നില്ലെന്ന് മാത്രമല്ല, വീണ്ടും അവധികൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് സമരം നടക്കുന്നത് മദ്യവിരുദ്ധ സമിതിയുടെ സമരമാണ്. മദ്യവിരുദ്ധ സമിതിയുടെയും അവകാശം എന്താണ്? ഓരോ പ്രാദേശിക ഭരണകൂടവും അവരുടെ പ്രദേശത്ത് മദ്യഷാപ്പ് വേണമോ എന്ന് വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പ്രാദേശികപരമായ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു സ്വഭാവത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അധികാരം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പകരം മദ്യം വ്യാപകമായി ഒഴുക്കുന്നതിന് വേണ്ടി അത്തരം അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ഭരണകൂടങ്ങൾ ഇത്തരം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമരരംഗത്ത് ഇതൊരൊറ്റപ്പെട്ട സമരമല്ലെന്നും സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിന്ന് ഉയർത്തുന്ന നിരവധി പോരാട്ടങ്ങളുടെ ഭാഗമാണ് നമ്മൾ ഉള്ളത് എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദിച്ചും അവകാശം ചോദിച്ചു വാങ്ങി സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പോലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദിച്ചും സമരം ചെയ്തും തെരുവിൽ നിന്നും ഈ അവകാശം നേടിയെടുക്കുന്നത് വരെ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിന്ന ചരിത്രകാരന്മാരുടെയും പിൻതലമുറയായ ഫ്രട്ടേണിറ്റി ഈ അവകാശം നേടിയെടുക്കുന്നത് വരെ തെരുവിലുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ സമരത്തിന് വിപ്ലവാഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവർ, അടുത്തതായി വുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി. ബഹുമാന്യനായ ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജബീന ഇർഷാദ്, മറ്റ് സംസ്ഥാന ജില്ലാ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിയമപാലകരെ, നിങ്ങൾക്കെല്ലാവർക്കും വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചു മലപ്പുറത്തിനോടുള്ള കേരള സർക്കാരിൻ്റെ അവഗണന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. നമ്മൾക്കറിയാം, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഈ കേരളത്തിൽ രൂപീകൃതമായത് അവിടെ നിന്ന് കണ്ട് +1 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് തെരുവിൽ പോരാടുന്ന പോരാട്ടങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും എത്രത്തോളം കഴിഞ്ഞ കാലഘട്ടത്തിലും അതിൻ്റെ മുന്നിലുമൊക്കെ ഒരു ജനാധിപത്യപരമായിട്ട് ഈ രാജ്യത്ത് സമരം ചെയ്യുവാനും അവകാശങ്ങൾ ചോദിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് സമരം ചെയ്യുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കണം, ഏത് അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്യണമെന്നത് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് നമ്മുടെ നിയമപാലകർ എന്ന് പറയുന്നത്. അവർ ഈ ജനങ്ങളുടെ സ്വത്തിനും സമ്പത്തിനും സംരക്ഷണം നൽകേണ്ട ആളുകളാണ്. ആ അർത്ഥത്തിലാണ് ശരിക്കും അവർ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ നമ്മുടെ ആഭ്യന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ സ്വജാധിപത്യ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സമരങ്ങളെ, ഈ വിദ്യാർത്ഥി സംഘടന നയിക്കുന്ന സമരങ്ങളെ അടിച്ചമർത്താനും അതിനെതിരെ കേസുകൾ ചാർജ് ചെയ്യാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കും. നമ്മൾക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരോട്, ഈ ആവശ്യം നിങ്ങളുടെ മക്കളും പഠിക്കുന്നുണ്ടാവും, പഠിക്കാൻ പോകുന്നവരാവും, ഇല്ലെങ്കിൽ ഇനി വരും കാലഘട്ടത്തിൽ പഠിക്കേണ്ടവരാവാം. ഈ അവകാശം ഈ സമൂഹത്ത്, ഈ മലപ്പുറം ജില്ലയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആ നിലപാട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്നും അറിയാം. പക്ഷേ പിണറായി വിജയൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നിങ്ങൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ഈ സമരം കഴിയുമ്പോൾ ആ നിലപാട് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്, ഇന്ന് നേടിയിട്ടുള്ള ഈ അവകാശ പോരാട്ടങ്ങളെല്ലാം തന്നെ
കൃത്യമായി ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് ആ പോരാട്ടങ്ങൾക്ക് നേതൃസമരം ചെയ്ത് നേടിയെടുത്താണ്. അത് ഇന്ന് ഈ മലപ്പുറം ജില്ലയ്ക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നേടുന്നത് വരെ നിങ്ങൾ എന്ത് തന്നെ മുന്നിട്ടെടുത്താലും എന്ത് നിലപാടെടുത്താലും അത് നേടിയെടുക്കുന്നത് വരെ ഇന്ന് വിദ്യാർത്ഥികളാണ്, നാളെ രക്ഷിതാക്കൾ അടങ്ങുന്ന വലിയ സമൂഹം ഈ തെരുവിൽ പ്രക്ഷോഭങ്ങളായി വരും. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റിക്കും ഇതിൽ പോരാളികളായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് വിമൻസ് മൂവ്മെന്റ്. അടുത്തതായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ജില്ലാ പ്രസിഡന്റ് സാബിക് വട്ടം നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാന്യനായ ഈ മലപ്പുറം മഹാറാലിയുടെ പ്രക്ഷോഭത്തിൻ്റെ അധ്യക്ഷൻ VTS ഉമർ തങ്ങൾ, മറ്റു പ്രഭാഷണങ്ങൾ നിർവഹിച്ച നേതാക്കളെ, അതോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, ഏവർക്കും രാഷ്ട്രീയ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇങ്ങനെയൊരു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റിയെയും അതിൽ പങ്കാളിയായ സഹപ്രവർത്തകരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആശീർവദിക്കുകയും അഭിവാദ്യം നേരുകയും നിങ്ങളോട് സോളിഡാരിറ്റി എന്ന വിപ്ലവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുകയും ഈ സന്ദർഭത്തിൽ ചെയ്യുകയാണ്. ഒരുപാട് വിശദാംശങ്ങളോട് കൂടിയുള്ള ഈ വിവേചന ഭീകരതയുടെ കണക്കുകൾ, അതിൻ്റെ അസമത്വങ്ങൾ, അനീതികൾ ഇവിടെ ധാരാളമായി സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം മലബാറും മലപ്പുറവും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയോ ഒരു വിവേചന ഭീകരതയോ അല്ല. മറിച്ച് നമുക്ക് കാണാൻ കഴിയും, ഇവിടുത്തെ ഗതാഗത മേഖലയായാലും ഇവിടുത്തെ ആരോഗ്യ മേഖലയായാലും ഒക്കെ നമുക്കറിയാം, ഈ മലബാറിനോടും മലപ്പുറത്തോടും രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്നിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. നമുക്ക് വിശദാംശങ്ങളൊന്നും വേണ്ട. മഞ്ചേരി മെഡിക്കൽ കോളേജ് എങ്ങനെയാണോ നമ്മുടെ ജില്ലയിൽ വന്നത്, കേവലം ഒരു ബോർഡ് മാറ്റത്തിലൂടെയാണ്. നമ്മുടെ KSRTC സംവിധാനത്തെക്കുറിച്ച് നമ്മളെടുത്ത് നോക്കൂ. തെക്കിലാണ് 70% അതിൻ്റെ ഗതാഗത സംവിധാനങ്ങളുള്ളത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലും ആരോഗ്യ മേഖലയിലും ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊരു മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വിവേചനവും ഈ അനീതിയും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഫ്രറ്റേണിറ്റിയെ പോലുള്ള ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളായിക്കൊണ്ട് ഇത് സമരം എന്ന നിലക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിൻ്റെ മുമ്പിൽ വന്ന് ഗതികേടോടുകൂടി വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ പിന്നിൽ എന്താണ് താല്പര്യമെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ പല കാരണങ്ങളുമുണ്ട് എന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും ഇവിടെ വന്ന് ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരമില്ല എന്ന് നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ മലപ്പുറത്തും മലബാറിലും ഭൂരിപക്ഷമുള്ളത് മുസ്ലിം സമുദായമാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിലൊരു വംശീയ ബോധവും അജണ്ടയും ഉണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. മലപ്പുറത്തൊരാവശ്യം ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് ചാപ്പകളാണ് വന്നത്. അവർ വിഘടനവാദികളെന്നും ഭീകരവാദികളെന്നും അതോടൊപ്പം മലപ്പുറത്ത് നടക്കുന്ന ജനകീയ സമരങ്ങളെക്കുറിച്ച് സംസാരിച്ചതെന്താ നമുക്കറിയാം. ഒരുപാട് പ്രസ്താവനകൾ എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ ഭരണകൂടവും ഭരണകൂട കർത്താക്കളും നടത്തിയ പ്രസ്താവനകൾ നമുക്കറിയാം തികച്ചും വംശീയ അജണ്ടയോടുകൂടിയുള്ളതാണ് എന്ന് നമുക്കറിയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിലൊരു പന്തലുണ്ടല്ലോ, ആ പന്തൽ 98 വയസ്സിലും കീഴടങ്ങാത്ത ഗ്രോവാസട്ട് നടത്തുന്ന ശക്തമായ ഒരു സമരമുണ്ട്. ആ സമരത്തോടത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അധികാര കേന്ദ്രങ്ങൾ ആരാണ് അതിനോട് ഐക്യപ്പെട്ടത്? ഒരു പിന്നോക്ക ജനവിഭാഗത്തോടുള്ള മനോഭാവമാണത്. നമുക്കറിയാം, കോട്ടക്കൽ ഒരു പ്രദേശത്ത്, പറപ്പൂർ എന്ന പ്രദേശത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് സംഘപരിവാർ കൊല ചെയ്തു തന്നത്. എല്ലാ കൊലപാതകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ആ കൊല നടന്നിടത്ത് കയറി നിരങ്ങുകയും ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ചെന്നോ? ഇല്ല. കാരണം ഇവിടെ മനോഭാവം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ മുസ്ലിമാണെങ്കിൽ അവൻ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. അവസാനം നമുക്കറിയാലോ, പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മയുണ്ടാകും. എല്ലാ വർഷവും പെരുന്നാൾ വരുന്നു, പക്ഷെ മുസ്ലിം സംഘടനകൾ അവരുടെ ആവശ്യമായി ഗതികേടെന്ന പോലെ ഉന്നയിക്കുന്നു, ലീവ് കൊടുക്കുന്നു, ഉന്നയിക്കുന്നു, ലീവ് കൊടുക്കുന്നു. ഇത്തരം മുസ്ലിം സമൂഹത്തോടുള്ള അതിൻ്റെ വിവേചന
വിഭജനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മൗലിക പ്രധാനമായ മൂലകാരണമായ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് വംശീയ ബോധമുള്ളതാണ് എന്ന് നമ്മൾ അതുകൊണ്ടാണ് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അതുകൊണ്ട് ഇത് കേവലം വിദ്യാഭ്യാസ പ്രശ്നം മാത്രമായി നമ്മൾ മനസ്സിലാക്കരുത്. നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ, ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനപരമായ മൗലികമായ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ് ഇത്. നമുക്കറിയാം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സാംസ്കാരികമായ വളർച്ചയുണ്ടാവോ, സാമ്പത്തികമായ വളർച്ചയുണ്ടാകോ. നമ്മുടെ നാടിൻ്റെ വികസനവും സാധ്യമാവണമെങ്കിൽ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അത് നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യാ വർധവിനനുസരിച്ചുകൊണ്ട് തന്നെ ജില്ലയുടെ വിഭജനങ്ങൾ സാധ്യമാകണം. കാരണം ജില്ല രൂപീകരിച്ച് 80 വർഷം പിന്നിട്ടോ. അന്ന് 14 ലക്ഷമായിരുന്നു ജനസംഖ്യ, ഇന്ന് 50 ലക്ഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെടുന്ന വികസനങ്ങൾ പോലും ജനാധിപത്യപരമായി വിഭജനം നടത്തണമെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ വില്ലേജുകൾ, ഇവിടുത്തെ താലൂക്കുകൾ അതിനനുസരിച്ച് മാറി വരണം. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ സമരത്തിന് പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധമാവണം. എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. ഫ്രട്ടേണിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് എന്നതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റിക്ക് ഈ സമരം നടത്താനും വിജയിപ്പിക്കാനും സാധിക്കുമെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. കാരണം ഫ്രട്ടേണിറ്റിയാണ് പൗരത്വ പ്രക്ഷോഭ സമരത്തിന് ആളി പടർത്തിയതും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്തതും എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പിൽ ചില ലാത്തികളുണ്ടാകും, ചില അറസ്റ്റുകളുണ്ടാകും, ചില കുറുവടികളുണ്ടാകും, ചില ജയിലറുകളുണ്ടാവും. പക്ഷേ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തൊണ്ട് കണ്ടാൽ കാല് കണ്ട് തട്ടിമാറ്റും. ഇത്രയേ വിലയെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും മിഷനറികൾക്കും ഞങ്ങൾ നൽകുന്നുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ നയിക്കേണ്ടുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രകാരം, നിങ്ങളിടുന്ന ലൈൻ പ്രകാരം സമരം നടത്തേണ്ട ഒരു ഗതികേട് ഫ്രട്ടേണിറ്റിക്കും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉറച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ജനാധിപത്യപരമായി നിന്നുകൊണ്ട് തന്നെ അത് വികസിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടം അത് പടർന്ന് പന്തലിക്കേണ്ടതുണ്ട്. അവകാശ നിഷേധങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടവും നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടവും നടത്തിയ ഒരു പാരമ്പര്യം നമ്മുടെ പൂർവികർക്കുണ്ട്. അത് വാര്യംകുന്നത്തിലൂടെ നമ്മൾ ആർജിച്ച ഊർജ്ജമാണ്. അതുപോലെ അത് ഉമർ ഖാദിയുടെയും അതുപോലെ തന്നെ സയ്യിദന്മാരുടെയൊക്കെ പാരമ്പര്യത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. ആ പാരമ്പര്യത്തിന് മുമ്പിൽ ആ പാരമ്പര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തിനറിയാം എങ്ങനെയാണ് സമരം നയിക്കേണ്ടതും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തേണ്ടതുമെന്ന് അറിയാം. അതുകൊണ്ട് പിന്മടക്കമില്ലാത്ത ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വരും ദിനങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങളും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും വളരെ സ്നേഹോഷ്മളമായ അഭിവാദ്യവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഫ്രട്ടേണിറ്റി. അടുത്തതായി പ്രവാസി വെൽഫെയറിൻ്റെ പ്രതിനിധി AK സൈദലവി സാഹിബ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ക്ഷമ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്രവാസിയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളുടെ സഹോദരങ്ങളൊക്കെ ഏതെങ്കിലും ഒരാൾ പ്രവാസിയായിട്ടുണ്ടാവും. പക്ഷേ ആ നാട്ടിലെ ഒരു ഗുണം നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. അവിടുത്തെ ഒരു പൗരന് പഠിക്കാൻ ഏത് രാഷ്ട്രത്തിൽ പോകണമെങ്കിലും ആ ഗവൺമെൻറ്, ആ ഭരണാധികാരി അവർക്ക് നൽകാറുണ്ട്. പക്ഷേ ഇവിടെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ഒരു സമൂഹത്തിൻ്റെ പിൻഗാമികൾക്ക് അവർക്ക് പഠിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഇവിടെ വടിയും പിടിച്ച് നിൽക്കുന്ന എൻ്റെ സഹോദരികളായ പോലീസുകാരുടെ മുമ്പിൽ ഇങ്ങനെ വെയിൽ കൊണ്ട് കെഞ്ചിക്കേണ്ട ഒരു ഗതികേട് ഈ മതേതരവാദികൾ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ശേഷം ഭരിച്ച ജനവിഭാഗം ഈ മലപ്പുറത്തിനോട് കാണിച്ച ഒരു അനീതിയാണ് നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ളത്. ഈ അനീതിയെ തുറന്നു കാണിക്കാൻ ഈ തെരുവിലിറങ്ങിയ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ എല്ലാ നേതാക്കൾക്കും ഇവിടെ വന്ന എല്ലാവർക്കും
പ്രവാസി വെൽഫെയർ ഫോറത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ സ്റ്റേറ്റ് നേതാക്കൾക്കും ഇതിനോടൊപ്പം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം. അടുത്തതായി അഭിവാദ്യ സംസാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ജില്ലാ സെക്രട്ടറി ഹംന CH ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏവർക്കും സഹോദര്യ വിപ്ലവ അഭിവാദ്യങ്ങൾ. മലബാർ വിവേചന ഭീകരത അവസാനിപ്പിക്കുക, പ്രൊഫസർ വി കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മലപ്പുറം റാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നമ്മൾ ഈ കോരിച്ചൊരിയുന്ന മഴയിലും നട്ടുച്ച വെയിലും നമ്മൾ നടത്തുന്ന സമരപരിപാടികളും പ്രതിഷേധങ്ങളും എല്ലാം ഒരർത്ഥത്തിലും പാഴായി പോവുകയില്ല എന്ന ശുഭപ്രതീക്ഷയിൽ പ്രസ്തുത പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സംഗമത്തിൻ്റെ സമാപന ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷാറൂൻ അഹമ്മദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലപ്പുറത്തോടുള്ള വിദ്യാഭ്യാസ വിവേചനത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളക്ട്രേറ്റ് മാർച്ച്, ഈ കളക്ട്രേറ്റ് പഠിക്കൽ നടത്തിയത്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ രൂപീകരണ കാലം തൊട്ട് തന്നെ അത് ഈ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വർഷം നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ഡാറ്റകൾ പരിശോധിച്ച് പ്രാഥമിക കണക്കുകളെടുത്ത് മലപ്പുറത്തെ വിദ്യാഭ്യാസ വിവേചനത്തെ തുറന്നു കാണിച്ചതാണ്. മലപ്പുറത്തെ 16 നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജനകീയ വിചാരണ ജാഥകളാൽ കൃത്യമായി രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചുകൊണ്ട് മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നാടിനോട് സംവദിച്ചതാണ്. ഈ നാട്ടിലെ മനുഷ്യരോട്, ഈ നാട്ടിലെ പൊതുസമൂഹത്തോട്, യുവജന സമൂഹത്തോട് സംസാരിച്ചതാണ്. മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം 2ാം അലോട്ട്മെൻറ്റ് ഇന്നലെ വരുമ്പോഴും വലിയ അർത്ഥത്തിൽ പ്രതിസന്ധിയാണ് മലപ്പുറം ജില്ലയിൽ. ഏകദേശം 29,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ലാത്ത ഭീകരമായ വിവേചനമാണ് മലപ്പുറത്തുള്ളത്. ഞങ്ങൾ പറയുന്നത് ലബ്ബ കമ്മിറ്റിക്ക് 40:1:40 എന്ന് പറയുന്ന ഒരു ശുപാർശയുണ്ടെങ്കിൽ ലബ്ബ കമ്മിറ്റി ഈ മലപ്പുറം ജില്ലയിൽ ലബ്ബ കമ്മിറ്റിയുടെ ശുപാർശകൾ, കാർത്തികേയൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നിടത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നിടത്ത് ബാധ്യത ഗവൺമെന്റിനുണ്ടെന്ന് ഉള്ളതാണ്. എന്നാൽ 40 എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 60ഉം 65ഉം 70ഉം ഒക്കെ ക്ലാസ്സിൽ കുത്തി നിറഞ്ഞ് പഠിക്കേണ്ട അന്തരീക്ഷമാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളത്. ഞങ്ങൾ പറയുന്ന ലബ്ബ കമ്മിറ്റിയിൽ 40 എന്ന് പറയുന്ന നിർദ്ദേശമുണ്ടെങ്കിൽ ആ 40-ൽ നിന്ന് അത് 41, 42 ആയാലും ഞങ്ങൾ അനുവദിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. 40 എന്ന് പറയുന്ന ലബ്ബ കമ്മിറ്റിയുടെ തീരുമാനമുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലക്കാരനും വേണം എന്നുള്ള അർഹമായ അവകാശത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് വെറുതെ ഞങ്ങൾ വന്നതല്ല. ഇത് ഞങ്ങൾ ഈ ഇന്റിമേഷനുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരോട് ഞങ്ങൾ സംസാരിച്ചതാണ്. ഇവിടുത്തെ ഭരണകൂടത്തോട് ഇവിടെ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇന്റിമേഷൻ കൊടുക്കാതെ, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ പാലിക്കാതെയല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സമരം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അനുമതി നിഷേധിക്കുകയാണ്. ഇവിടെ സൗണ്ട് പെർമിറ്റുകാരന് പോലും പറഞ്ഞിട്ടുണ്ടത്രേ സ്റ്റേഷനിലേക്ക് വണ്ടി ഇട്ടുകൊടുക്കണമെന്ന്. ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉമ്മാക്കി കാണിക്കുമ്പോൾ അതിന് മുട്ടുമടക്കി തരാൻ ഇത് നിങ്ങളുടെ ഏതെങ്കിലുമുള്ള പാർട്ടിയല്ല. SFI പോലെയുള്ള, KSU പോലെയുള്ള, MSF പോലെയുള്ള പാർട്ടിയല്ല. ഇത് ഇന്ത്യയിലെ 2ാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണ് എന്നുകൂടി, പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണ്. മുട്ടുമടക്കാതെ അനീതിക്കെതിരെ, ഭരണകൂടത്തിനെതിരെ പോരാടാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിത്വത്തിന്റെ പേരാണ്, ആ വിദ്യാർത്ഥി പരിസരത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഈ പരിപാടിയിൽ നിങ്ങളോട് സംവദിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. മുഴുവൻ ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഫ്രട്ടേണിറ്റി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ കരയിൽ നേതൃത്വം നൽകുന്ന നെയ്യും ഗഫൂർ അടക്കമുള്ള നേതാക്കന്മാർ, ബാസിദ് ജാനൂർ അടക്കമുള്ള നേതാക്കന്മാർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, മറ്റു എല്ലാ നേതാക്കളെയും ഒറ്റവാക്കിൽ നന്ദിയും അത് കടപ്പാടും അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രട്ടേണിറ്റി.
പ്രിയപ്പെട്ട സമരസഖാക്കൾ എല്ലാവരും പിരിഞ്ഞു പോകണമെന്നറിയിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി അവസാനിച്ചതായി അറിയിക്കുകയാണ്.